എടേ അപ്പോൾ രാവിലെ തന്നെ നമ്മളുടെ മംഗലത്തിൻ്റെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹെവി വർക്കാണ് കേട്ടോ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത്. അതായത് ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ തന്നെ കണ്ടു കാണും ഈ ഒരു വണ്ടി മറ്റു വണ്ടികളുമായിട്ട് കോമ്പറ്റീഷൻ അടിക്കുന്നതും ആ വണ്ടികളെയൊക്കെ നല്ല രീതിയിൽ തോൽപ്പിക്കുന്നതും. അത്രയ്ക്കും ഒരു ഹെവി വർക്കാണ് ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് സത്യം പറഞ്ഞാൽ മറ്റൊരു വണ്ടിയുടെ മുന്നിലും തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് ഒരു കിടിലൻ ടീമാണിത്, കിടിലൻ വണ്ടിയാണിത്. അപ്പോൾ ആ ലെവലിൽ ചെയ്തിരിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഈ ഒരു വണ്ടി കോമ്പറ്റീഷൻ കൊണ്ടുപോകാം കേട്ടോ. അത്രയ്ക്ക് പവറായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ കയറ്റി വിട്ടയക്കുന്നത്. പിന്നെ ഇവിടെ നിഹാരയുടെ കോഫി ബ്രൗൺ ട്രാവലറിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടി നമുക്കിന്ന് ഡെലിവറിയാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ തമിഴ് വണ്ടിയുടെ അകത്തേക്ക് പോവാം. ഇവിടെ ടി വിയും കാര്യങ്ങളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടി വിയുടെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ട് നമുക്കിനി ബാക്കി വയറിങ്ങിൻ്റെ എല്ലാം പരിപാടിയുണ്ട്. ഈ ഒരു വണ്ടിയുടെ വർക്ക് ഏകദേശം നല്ല രീതിയിൽ പ്രോഗ്രസ് ആവുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു വണ്ടിയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് ഓൾറെഡി ആ പഞ്ച് ബോക്സിൻ്റെ ആ ഒരു പെട്ടി കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിന് പുറമെ ഇനി ഒരു പെട്ടിയും കൂടി വരുന്നുണ്ട്. നമ്മളുടെ ആ ഒരു റൈറ്റ് സൈഡിലെ ഡോറുണ്ടല്ലോ, അവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അച്ചു എല്ലായിടത്തും ഹോൾട്ടോണ്ടിരിക്കുവാണ് ഈ ഒരു വയറിങ്ങിൻ്റെ പരിപാടി എല്ലാം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 1-2 ദിവസത്തിനകത്ത് തന്നെ ഇതിൻ്റെ വയറിങ് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. വയറിങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡിൽ നടക്കും. അപ്പോൾ ആദ്യം നമുക്ക് വയറിങ് ആണ് ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത്. കറിയോ എന്തെങ്കിലും സംഭവിച്ച നമുക്ക് തെളിവാവില്ലേ, നിന്നെ ഞാൻ കൊന്നു എന്ന് പറയുന്നത്. ഒന്ന് വൈറലായിട്ടുള്ള നമ്മളുടെ പ്രിയൻ്റെ ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് ടൈം. അപ്പോൾ നമ്മളിങ്ങനെ വോക്കലിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വർക്ക് ഒരു ഐഡിയ വന്നതും അങ്ങനെ സന്ദീപും പ്രിയനും കൂടി ഒരു സംഭവം സെറ്റ് ചെയ്തതും. എന്തായാലും ആ സംഭവം കയറിയിട്ടങ്ങ് വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈറലായതിൻ്റെ യാതൊരു ചാടയില്ലാതെ പ്രിയ എന്താ ആ ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് കയറിയിരിക്കുവാണ് പാട്ടൊക്കെ ഇട്ടുകൊണ്ട്. അപ്പോൾ വർക്കെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാം ഫിനിഷ് ചെയ്തതാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇനി ഇത് കൊടുത്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ വോക്കലൊക്കെ ഇട്ടെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം ഈ ഒരു വണ്ടിയുടെ മെയിൻ എന്ന് പറയുന്ന സാധനം തന്നെ നമുക്ക് വോക്കലാണ്. അമ്മാതിരി വോക്കലാണ് ഈ വണ്ടിക്കകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. വണ്ടിക്കകത്ത് കയറായിട്ടുള്ള ഒരു ഫുൾ റേഞ്ചുകളെല്ലാം എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫുൾ റേഞ്ചുകളെല്ലാം ഈ ഒരു വണ്ടിക്കകത്ത് കയറും. ഈ ഒരു വണ്ടിയുടെ സീറ്റിനടിയിൽ കയറാനുള്ള ഫുൾ റേഞ്ചുകളുടെ പരിപാടി അവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ചുവകലും കൂടിയാണ് ഇന്ന് ആ ഒരു സംഭവം സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അഖിലിവിടെ ആ ഒരു പെട്ടിക്കകത്ത് വയറിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുവാണ്. ഓൾറെഡി നമ്മൾ പെട്ടിയെല്ലാം അടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുമ്പത്തെ ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ റേഞ്ച് കണക്ഷനും കാര്യങ്ങളെല്ലാം കൂടെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ആ ഒരു കവറും കൂടി ഇട്ട് കൊടുക്കുക. അത്രയും പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ അച്ചു ഇവിടെ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുവാണ്. ആ ഒരു സാധനം അങ്ങനെ ഫൈനലി കയറി കഴിഞ്ഞു. അപ്പോൾ ഇനി അഖിൽ ഇതൊന്നും ഡ്രിൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ നമുക്ക് ഈ കവറും കൂടി ഇട്ട് അടച്ചെടുത്താൽ മതി. അപ്പോൾ ഫുൾ റേഞ്ചിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫുൾ റേഞ്ചുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇതിൻ്റെ ഒരു പരിപാടി നമുക്ക് കഴിയും. കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇതിന് ശേഷം നമുക്ക് നേരെ നമ്മളുടെ ബാക്കി സബ്ബുകളുടെ പരിപാടിയിലേക്ക് കയറാവുന്നതാണ് കേട്ടോ. നമുക്കിനി ആ ഒരു ബാക്കിലത്തെ സീറ്റിനടിയിൽ കുറച്ച് സാധനങ്ങൾ വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മേളിലത്തെ ആ ഒരു കയറിയിരിക്കുന്ന ഒരു പഞ്ച് ബോക്സിൻ്റെ പെട്ടിക്കകത്ത് നമുക്ക് സാധനങ്ങൾ കയറ്റാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു പെട്ടിക്കകത്തും നമുക്കിനി പെട്ടിയും ചെയ്ത് കയറ്റണം. അതുപോലെ തന്നെ അതിനകത്ത് സാധനങ്ങളും കയറ്റണം. അപ്പോൾ ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്കകത്ത് ഏത്
സബ്ബായിരിക്കും വരാനായിട്ട് സാധ്യതയെന്ന് ഒരു വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തതിനകത്ത് കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്നത് ഓറയും കിക്കറും ഒക്കെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയാം. ഇതിനകത്ത് ഓറയും അല്ല കിക്കറും അല്ല കയറുന്നത്, വേറൊരു സാധനമാണ് കയറുന്നത്. അപ്പോൾ ഇത്തവണ ഒന്നും കൂടി എല്ലാവരും ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ആരാണ് കറക്റ്റായിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് ഏത് സബ്ബായിരിക്കും ഈ ഒരു വണ്ടിക്കകത്ത് മെയിനായിട്ട് കയറാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ. എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും കറക്റ്റായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ആരാന്ന് പറയുന്നത് ആ ഒരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അങ്ങനെ ഇവിടെ എല്ലാ വണ്ടികളും വോക്കൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ ഓഡിയോസും കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അതിപ്പോഴും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ, നമുക്കൊരു കോപ്പിറൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ഇവിടെ ആ ഒരു ഇപ്പോൾ ഫുൾ റേഞ്ചുകളുടെ എല്ലാം പണി കഴിഞ്ഞിട്ട് ഇവർ നേരെ ആ ഒരു പഞ്ച് ബോക്സിൻ്റെ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയെങ്കിലും കൂടി അതിനകത്ത് ആ ഒരു വയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സബ് വരാനായിട്ടുണ്ട്. പിന്നെ അതായത് ഒരു തമിഴ് വണ്ടിയുടെ ആ ഒരു ഡിക്കി സ്പേസ് കണ്ടോ, ഒരു ലോഡ് സ്പേസാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത്. ഓൾറെഡി 56 സീറ്റ് വണ്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലത് ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് സൈഡിൽ ഭയങ്കരമായിട്ടുള്ള ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബാക്കിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ നോർമൽ കേരള വണ്ടികളിൽ വരുന്നതിനേക്കാളും ഒരു 2 ഇരട്ടി സ്പേസെങ്കിലും ഈ ഒരു വണ്ടിയുടെ അകത്ത് കാണും. കണ്ടോ, പ്ലെയിൻ ഇത്രയും കയറി ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ നമ്മളെ കേരള വണ്ടികളിൽ ഇത്രയൊരു സ്പേസ് വരാറില്ല. ഇതുപോലെ തന്നെയാണ് സൈഡിലത്തെ ഡിക്കികളുടെയും കാര്യം. അതിനകത്തും ഭയങ്കരമായിട്ടുള്ള സ്പേസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ കയറ്റാൻ പറ്റിയ സ്പേസ് ഈ ഒരു വണ്ടിക്കകത്തുണ്ട് കേട്ടോ. പിന്നെ അതാ നമ്മുടെ നിഹാരയുടെ ട്രാവലർ എടുക്കാനായിട്ട് അവരുടെ ആ ഒരു ടീം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി അവർ കൊണ്ടുപോകണം. നമ്മൾ ഓൾറെഡി വർക്കെല്ലാം ഫിനിഷായി കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയും നമുക്ക് ഇന്ന് ഡെലിവറിയാണ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ രാത്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് ചെറിയ പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി അവരിതാ കൊണ്ടുപോവാണ്. കാണാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എടുപ്പുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ സ്റ്റോറി ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. പിന്നെ അത് നമ്മുടെ ഗരുഡയുടെ ഓണർ ഡിനൂപ്ര ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനെ ഈ ഒരു വണ്ടിയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ വർക്ക് നമുക്ക് ഇന്ന് നൈറ്റോടുകൂടി ഫിനിഷ് ചെയ്തിട്ട് വിടാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഫിനിഷായി കിടക്കുവാണ്. ഇനി കുറച്ച് ചെറിയ പരിപാടികളും കൂടി ഉള്ളൂ. ഇപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയും ഡെലിവറി കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളതെല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളുടെ പത്തനംതിട്ട റാമോസിൻ്റെ ലോക്കി എന്ന് പറയുന്ന ഒരു വണ്ടി ഇറങ്ങി വന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി എന്തോ മെയിൻ്റനൻസ് വർക്കിനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഒരു വണ്ടിയുടെ വീഡിയോ ഒരു മാസം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ വീണ്ടും ചെറിയൊരു സർവീസ് വർക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ചുകൂടി അടിപൊളി ലുക്കൊക്കെ മാറിയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. അന്ന് വന്നതിനേക്കാളും ഫ്രണ്ടിലത്തെ ലുക്കിനൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് വണ്ടി. അങ്ങനെ ഫൈനലി നമ്മുടെ ഗരുഡയുടെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുവാണ്. ഇനി നമ്മൾ കുറച്ച് വോക്കൽ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് വെളിയോട്ട് ഇടുവാണ് കേട്ടോ.
അപ്പോൾ സമയം രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും അങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി തിരിച്ചിട്ട് നമുക്കിനി കുറച്ച് വോക്കൽ സാമ്പിളുകൾ എടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കി വിടാനായിട്ട്. പിന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്കൊരു പ്രൊമോ വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഇനി ഷൂട്ട് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു വണ്ടി നമുക്കിനി വിടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡിനു ബ്രോയ്ക്ക് വെളുപ്പിന് മുമ്പ് അങ്ങ് ഓടി എത്തേണ്ടതാണ്. ഇവർക്കങ്ങ് വയനാട് പോകണം. വയനാട്ടിലാണ് ഇവരുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ജീവിതം അതിനു വേണം നിന്റെ കൂടെ നീ എന്ന പുസ്തകം നീ തന്നെ അർത്ഥം നീ തന്നെ സർവ്വതും എന്നെന്നും അസ്തിത്വം. അങ്ങനത്തെ നമ്മളുടെ ഇന്നത്തെ പരിപാടിയും കഴിഞ്ഞിരിക്കുവാണ്. ഈ ഒരു വണ്ടിയുടെ ഡെലിവറിയാണ്. ഓൾറെഡി നിഹാരയുടെ വണ്ടി പോയി, മറ്റേ മംഗലത്തിൻ്റെ വണ്ടി പോയി. അങ്ങനെ എല്ലാ വണ്ടികളും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിന്ന് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 3-4 വണ്ടികൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പുതിയതായിട്ട് റാമോസിൻ്റെ വണ്ടി ചെറിയൊരു മെയിൻ്റനൻസ് വർക്കിന് വന്നിട്ടുണ്ട്. പിന്നെ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് മെയിനായിട്ട് നമ്മളുടെ തമിഴ് വണ്ടിയുടെ ഒക്കെ വീഡിയോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വൺഡേ നമ്മളുടെ പഴയ ദശാവതാർ ആ ഒരു വണ്ടി വീണ്ടും വർക്കിന് വരുന്നുണ്ട്. അത് ഒരു ഇച്ചിരി ഹെവി വർക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം പുറകെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു ചാനൽ സബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഞെക്കാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരാൻ പറ്റും. അപ്പോൾ മറ്റു വണ്ടിയുടെ കിട്ടിലും വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.